അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മുടെ ഇച്ചുമ്മേൻ്റെ പേരുവിളിയായി കേട്ടോ. അപ്പോൾ എൻ്റെ നാത്തും വരാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു, ഹസ്ബൻഡൊക്കെ വന്നിട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ വന്നു. അങ്ങനെ കാത്തിരുന്ന് നമ്മളിതാ ഇച്ചുമ്മേൻ്റെ പേരുവിളിയുടെ തലേദിവസമാണത്. അപ്പോൾ ഹാളിലാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. കാരണം ഭയങ്കര മഴയാണ് ആ സമയത്ത്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഭയങ്കര മഴയാണ്. അപ്പം വീട്ടിൽ നടത്താണെന്നുണ്ടെങ്കിൽ ആകെ ചെളി പിള്ളി നാശകോശമായി പോകും. അതായത് നമ്മൾ വീടിന് തൊട്ടുള്ള ഹാളിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പ്രോഗ്രാം നടത്താമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് ഡെക്കറേഷൻസും കാര്യങ്ങളും ചെയ്ത് Cloud9 ജിൻസനും ടീമുമാണ്. അവർ തന്നെയാണ് നമ്മുടെ ശ്വേതയുടെ വെഡ്ഡിങ് റിസപ്ഷൻ, അതുപോലെ ശ്വേതയുടെ നമ്മുടെ കുഞ്ഞിമാളുവിൻ്റെ പേരുവിളിയുടെ ഒക്കെ അവർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കും എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഫുൾ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ട ഫുൾ നിറച്ചും ഇങ്ങനെ ഗ്രീൻ കളറിലൊക്കെ വെച്ചിട്ട് അവരുടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ അവളുടെ വെൽക്കം ബോർഡ് വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്ക് പോയി നോക്കും, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെയായിരുന്നു. ഫ്രണ്ടിലെ കുറച്ച് റോസ് മാത്രം ഗ്യാപ്പ് അടിച്ച് അല്ലെങ്കിൽ നേരെ പരിചയമായിട്ടുണ്ടോ? ഇനി വേറെ എന്തെങ്കിലും ഇത് കൊളേബേ അല്ലായിരുന്നു, നല്ല കാശ് വാങ്ങും. പിന്നെ പരിചയമുള്ളതിന്റെ പേരിൽ ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. ഇഷ്ടമില്ലേ സൈഡില് നാളെ കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചതാണ്. അപ്പോ ഇവന്റെ ടീമാണിത്. ഇത് വലിയ വലിയ ഇവന്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ല. ഞാൻ കുഞ്ഞു ഭയങ്കര തിരക്കിനിടയിലാണ് ഓടി വന്നത്. അതാണ് സ്നേഹം. ഡിസ്കൗണ്ട് ശ്വേതര അവിടെ ചെയ്തു, ഇവിടെ വെഡിങ് ചെയ്തു, റിസപ്ഷൻ ബ്രൈറ്റിനൊക്കെ റെഫർ ചെയ്യാറുണ്ട്. കോൾ ചെയ്തിട്ടൊന്നും അറിയില്ല. കോണ്ടാക്ട്സ് ഒക്കെ ഞാൻ കൊടുക്കാം. വീണ്ടും പറയുന്ന കൊളാബറേഷൻ അല്ല, കാശ് കൊടുത്ത് ചെയ്യണതാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യാം. ഇപ്പോഴത്തെ കലാപരിപാടി കഴിഞ്ഞു. വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ട്. പിള്ളേരെ നാളെ ഡ്രസ്സും തയ്ച്ചിരുന്നില്ല. സമയം 8 മണിയായി. നമ്മൾ ക്ലാസ് മൊമെന്റിൽ ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തൽക്കാലം പോട്ടെ. നാളെ നാളെ എല്ലാവരും വന്നോളൂ. സദ്യ കഴിക്കണ്ട നമുക്ക്. സദ്യ എല്ലാവരും വന്നോളോ. നാളെ നമുക്ക് നെയ്മൊക്കെ റിവീൽ ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും ഉണ്ട് ഇവിടെ. കിട്ടി. ഇവിടെ എന്താ പരിപാടി? സത്യം പറഞ്ഞ ഇച്ചുമ്മേന്റെ പേര് വിളിയിട്ട് ഇവിടെ എന്തൊക്കെയാ കാണണേ? ഇവിടെ കാച്ചിയുണ്ടില്ല, ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. ഇവിടുത്തെ അഞ്ജലിയുടെ വക നന്ദനക്ക്. കുഞ്ഞുമോള് ഉറങ്ങിയിട്ടില്ല, അല്ല ഇച്ചുമ്മ ഉറങ്ങിയിട്ടില്ല. പക്ഷെ കുഞ്ഞിക്ക് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഞങ്ങൾ ഹോം മെയ്ഡ് മെഹന്തിയാട്ടോ, സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയ എന്റെ മെഹന്തിയാ. ഞാൻ അപ്പുറത്തെ കാര്യം ഇച്ചുമ്മക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇച്ചുമ്മ ഉറങ്ങിയില്ല, ലേറ്റായിട്ട് ഉറങ്ങിയ. പിന്നെ കൂടെ ഞാനും കിടന്ന് ഉറങ്ങിയായിരുന്നു. അത് കാരണം എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് സമയമൊന്നും കാലിലത് വെച്ചില്ല കേട്ടോ. എത്രയൊക്കെ ഹോം മെയ്ഡാണെന്ന് പറഞ്ഞാലും ഹെന്ന പൗഡർ എങ്ങനെയാണ്, പിന്നെ അതുപോലെ യുക്കാലി കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ഒരുപാട് സമയമൊന്നും വെച്ചില്ല. ജസ്റ്റ് 2 മിനിറ്റ് ഇട്ട് അപ്പം തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. കളറൊക്കെ വന്നായിരുന്നു കേട്ടോ. പക്ഷേ പിറ്റേ ദിവസത്തേക്ക്. ഗുഡ് മോർണിംഗ് മഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഞങ്ങളൊക്കെ എണീറ്റുള്ളൂ. കുഞ്ഞിമാടും എണീറ്റു, ചുമ എണീറ്റിട്ടില്ല. ചുമതേ നല്ല ഉറക്കാം. ഇനി ഇവരെ
എണീപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവാൻ. നല്ല മഴയാണ്, ഇക്കൊണ്ടൊന്നും അറിയില്ല. ഇപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള കാരണം നമ്മൾ ഹാളിലേക്ക് ആക്കിയേട്ടാ, കാരണം വീട്ടിലാകെ ചെളി പിള്ളിയാവും. അപ്പോൾ ഹാളിലാവുമ്പോൾ ഇല്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഇവരൊക്കെ റെഡിയാക്കി സുന്ദരികളാക്കാൻ നോക്കട്ടെ. ബൈ വഞ്ഞ് കുളിച്ച് സുന്ദരിയായിട്ട് വരാൻ തന്നെ കുഞ്ഞുമോളൊന്നും കൺഫ്യൂഷനാണ്. ഞങ്ങളപ്പോൾ റെഡി ആവട്ടെ കേട്ടോ പതുക്കെ. അങ്ങനെ ഞാൻ ഫ്രഷായി, ഓരോരുത്തരായിട്ട് ഫ്രഷ് ആവണം കേട്ടോ. ജിഷ്ണുണ്ട് ഇവിടെ. ജിഷ്ണൊന്നും റെഡി ആയിട്ടില്ല, ഞാൻ ഫസ്റ്റ് റെഡി ആവുന്ന ചില പ്രശ്നമാണല്ലോ ലാസ്റ്റ് ആവുക. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ലെൻസ് വെച്ചു ഗ്രേ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഗ്രേ വെക്കണമെന്ന്. എനിക്ക് ഒറ്റ ബ്രാൻഡും പറ്റാറില്ല, ഇത് ഓലൻസിൻ്റെ ആണ്. ഇതെനിക്ക് സെറ്റായി, കുഴപ്പമില്ല. ഇനി പതുക്കെ മേക്കപ്പ് ചെയ്ത് ഒന്ന് റെഡി ആവട്ടെ. ഇത് ഗെറ്റ് റെഡി വിത്ത് ഒന്നും ഇല്ല കേട്ടോ, കാരണം എല്ലാ പ്രാവശ്യം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും പറയടിക്കില്ലേ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഓരോരുത്തർ റെഡി ആയിട്ട് ഓരോരുത്തരെ കാണിച്ചു തരാം. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഞങ്ങളുടെ കിങ്ങിണി ഇവിടെ എനിക്ക് ഇങ്ങനെ ആയി. ഇന്ന് കാലത്തിരുന്നിട്ട് പിള്ളേരുടെ ഡ്രസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തന്നെ പാവട അടിഭാഗം അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തയ്പ്പാറ് അങ്ങനെയാണ് എല്ലാ ലാസ്റ്റ് മൊമെന്റ്. അത് തയ്ക്കണം എല്ലാവർക്കും അറിയായിരിക്കും. ഫുൾ കച്ചറ പിച്ചറ എന്ന് എൻ്റെ സ്റ്റുഡിയോ വെടുപ്പാക്കും, അപ്പം തന്നെ നശിപ്പിക്കും. അതാണ് പരിപാടി. സ്റ്റിച്ചിങ്ങുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കിൻ പ്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തുടങ്ങട്ടെ. ശ്വേതയും അങ്ങനെ ആദ്യമായിട്ട് ലെൻസ് വയ്ക്കാൻ പോകുന്നത് ജിഷ്ണയാണ് വെച്ച് കൊടുക്കുന്ന ആൾ. ജിഷ്ണ കമോൺ, ശ്വേത കമോൺ. ഫേസ് മേക്കപ്പ് കഴിഞ്ഞ് വന്നേക്കാള് ബ്ലൗസ് ഏതിടണമോ അത് നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും. വീഡിയോ എന്റെ പാവാട, ഇതിന്റെ ബ്ലൗസ്, എന്റെ സാരി. ഓ അതിനെ കിട്ടിയാ വരുന്നത്. റെഡി ആവണ്ട, പോണ്ട നമുക്ക്. വാടാ ഓ വന്ന കോലമേ അല്ല മുന്റെ കാണിച്ചേ. ഇങ്ങോട്ട് തിരിയൂ. ഈ സാരി അവള് 2 വള്ളിയൊക്കെ ഉണ്ടായിരുന്നു പുറകില്. ഓ ശരി നിന്നേടി. അങ്ങനെ ഞാൻ റെഡി, ബാക്കി എല്ലാവരും റെഡി. എല്ലാവരും എവിടെ? ഓൾമോസ്റ്റ് റെഡി. ഞാനൊരു എന്താ പറയാ, ഒരു അമ്മലുക്ക് വന്നല്ലേ സിന്ദൂരൊക്കെ തൊട്ടിട്ട്. സാരി ഹിപ്പ് ചെയിനൊക്കെയാ, അതെന്റെ ലേസ് വെച്ചിട്ട് ബാക്കിയുള്ളതാട്ടാ. ഞാൻ സ്കേർട്ടും ടോപ്പും ഷോളൊന്നും ഇല്ല, ദാവണി പോലൊന്നും ചെയ്യണില്ല. സത്യം പറഞ്ഞാൽ തയ്ക്കാൻ നേരം കിട്ടില്ല എന്നുള്ളതാണ് പരമാത്രം. അപ്പൊ ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ. എടി നിങ്ങൾ വരില്ലേ? താഴേക്ക് ഇറങ്ങട്ടെ. ഹസ്ബൻഡ് വരുമ്പോൾ പിക്ക് ചെയ്യാനായിട്ട്. ഫംഗ്ഷൻ അവിടെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ എന്ത് പരിപാടിയാണെങ്കിലും വീട്ടിലേക്ക് വരും, കാരണം ഇവിടെയാണ് നമുക്ക് ഒരുങ്ങാനൊക്കെ സൗകര്യം. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഇറങ്ങട്ടെ. കാണാൻ ഭംഗിയുണ്ടെന്ന് വിചാരിക്കണു. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ താഴെ. അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ ചീത്തു. കുഞ്ഞി ഡ്രസ് മാറിയില്ല. കുഞ്ഞാപ്പു ബൈ. അവിടെ എത്തിയിട്ട് ചേഞ്ച് ചെയ്യിക്കുള്ളൂ. ഞങ്ങള് ഇറങ്ങിട്ടോ. അപ്പൊ ശ്വേതയുണ്ട്, അമ്മ, അഞ്ചേച്ചി, എന്റെ കെട്ടിയാൻ ഇച്ചുമ്മ ഉണ്ട് കേട്ടോ. ഇച്ചുമ്മ തൽക്കാലം ഇങ്ങനെ ആസ്വദിച്ച് എന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സമയത്തിന് കുറച്ച് ലേറ്റ് ആയില്ലല്ലേ. ഞങ്ങൾക്ക് വിളി വന്നു തോന്നുന്നുണ്ട്. ഞങ്ങൾ തന്നെ എത്താറായി. പതിവ് ദൂരമൊന്നും ഇല്ല. ജസ്റ്റിന്റെ വീട്ടിലൊന്ന് കയറുക, എന്നിട്ട് ഹാളിൽ പോവും. ബാക്കി വിശേഷങ്ങള് എന്നാ പിന്നെ നീയും. നിങ്ങളൊക്കെ നേരത്തെ എത്തി, ഇവിടെ വൈകി. ആരോ വൈകിയത്? സാരി നമ്മുടെ കുട്ടി അവിടെ. അങ്ങനെ നമ്മൾ ഹാളിലെത്തി ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവളുടെ ഡ്രസ്സ് മാറ്റിച്ചായിരുന്നു, മുണ്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇടിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ണികളുടെ ഒച്ച ഉണ്ടാവും. 2 പേരും എണീറ്റിട്ടുണ്ട്, അതിൻ്റെ ബഹളമാണ്. പിന്നെ എൻ്റെ വോയിസും പോയിരിക്കുക. അപ്പോൾ അമ്മ ഉണ്ണീനെ എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ 2 പേർക്കും വലിയ കുഴപ്പമുണ്ടായില്ല, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു ഹാളിൽ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിള്ളേർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ചെയ്യുമല്ലോ, അങ്ങനെയുള്ള പരിപാടിയായിരുന്നു.
പക്ഷേ അത് പറ്റില്ല, മഴ ആയതുകൊണ്ട് അത് പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഹാളിലേക്ക് ആക്കിയത്. അപ്പോൾ പിന്നെ ഹാൾ ഇത്രയും ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാൻ തന്നെ നമ്മളെ കൊണ്ട് പോസിബിൾ അല്ല, നമുക്ക് വർക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിനുവേണ്ടി ഇരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മളുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ചെയ്തേനെ. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു, കൂളർ വെച്ചിട്ട് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാവരും ക്ഷമ നശിച്ചു. ഇച്ചുമ്മയാണെങ്കിൽ നല്ല അലമ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ ആൾ ഉറങ്ങി. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ 3 പേരുടെ ഫോട്ടോസ് അല്ലെങ്കിൽ ഇച്ചുമ്മയുടെ ഫോട്ടോസും മര്യാദയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അതിന് വേണ്ടി ഒരു ദിവസം ഈ സെയിം കോസ്റ്റ്യൂം ഇട്ടിട്ട് ചെയ്യണം എന്നാണ് ഒരാഗ്രഹം. സമയം കിട്ടുമോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്യണം. അങ്ങനെ വിളക്കൊക്കെ വെച്ച് നമ്മൾ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ ശ്വേത, കുഞ്ഞുമാളു, കുഞ്ഞുസ് എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇച്ചുമ്മേനെ പേരിടാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം അച്ഛൻ പേരിട്ടു. അച്ഛൻ അമ്മമ്മയുടെ പേരാണ് ചെയ്യൽ വിളിച്ചത്. ഞങ്ങൾക്ക് 2 പേർക്കും പിന്നെ ഇച്ചുമ്മേൻ്റെ പേര് അറിയാവുന്നുണ്ട്. ഞങ്ങൾ ശരിക്കുള്ള പേരാണ് കേട്ടോ, റിയൽ നെയിമാണ് അവൾക്ക് അതിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മുടെ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ ഇച്ചുമ്മയ്ക്ക് നമ്മളിതാ ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു. അത് നമ്മൾ മേടിച്ച് കുറച്ച് ഗോൾഡ് അതുപോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇടിച്ചു കൊടുത്തായിരുന്നു. പിന്നെ അമ്മു അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു കേട്ടോ. ശ്വേതയുടെ ഒരു ഗിഫ്റ്റ് അവൾ കാണിച്ചെന്നില്ല കേട്ടോ. അവൾ ഇല്ല ഞാൻ കാണിക്കില്ല, പിന്നെ കാണിക്കാം. അപ്പോഴേക്ക് ഡൗട്ട് തോന്നി ഉണ്ണിയുടെ പേരാവുന്നു, കാരണം നെയിം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവൾ ജസ്റ്റ് കാണിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. ഞാനത് സൈഡിൽ കൊടുക്കാം കേട്ടോ. നല്ല ഫിനിഷിങ്ങിലുള്ള നല്ല അവരുടെ ഒരു ലോക്കറ്റാണ് അത്. ശരിക്കും അത് അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് അടിച്ചു മാറ്റി കഴുത്തിലിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇച്ചുമ്മേൻ്റെ നെയിം നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ നെയിം റിവീലിങ് കുറച്ച് സിമ്പിൾ ആവണമെന്നും അതുപോലെ കോമൺ ആയിട്ട് കാണുന്ന തെർമോക്കോളിൻ്റെ ബോൾസും പിന്നെ ആലില്ല അത് വേണ്ടാന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. മാക്സിമം എത്രയും സിമ്പിളാക്കാൻ പറ്റുമോ അതുപോലെ വേണം എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും നല്ല നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ലാസ്റ്റ് ഞങ്ങൾ ഈ ഒരു പ്ലാനിൽ വന്ന് എത്തിയത്. Yeah!
ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഈശ്വര, ഞങ്ങളെ കളിയാക്കരുത് കേട്ടോ, കാരണം വരെയൊക്കെ പ്രോപ്പറായിട്ട് പഠിക്കാനോ കാര്യങ്ങളൊക്കെ പറ്റിയില്ല. ഇത് ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. നന്ദനയുടെ എൻഗേജ്മെൻറ്റിന് കളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ചെറുതായിട്ടും തീർത്തതാണ്. പക്ഷേ ആകെ തെറ്റിപ്പോയി കളിച്ചത്, കാരണം വരെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. സോ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് നമ്മൾ എന്തായാലും ഇടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡാൻസൊക്കെ കഴിഞ്ഞു. ആകെ 2 പാട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും സെപ്പറേറ്റ് ഇടാം, എല്ലാവരും കണ്ട് കളിയാക്കരുത്. പക്ഷേ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെഷനും കാര്യങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അമൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് അമൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ പ്രാവശ്യം ശരിക്കും എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അതുപോലെ വീഡിയോ കോളിലൊക്കെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തൊക്കെ ചെയ്തൊരു എൻഗേജ്മെൻറ്റിനൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം പാവം അമലിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വിഷമമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അമൽ വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ അത് അവന് നിർത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. അവൻ അന്നത്തെ ദിവസം ഓഫ് എടുത്തു. അവനും ഉണ്ണീരെ പ്രോഗ്രാമൊക്കെ കാണണ്ടേ, അപ്പോൾ അവനെ നിർത്തിയിട്ട് ഞങ്ങളത് ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ കുഞ്ഞൂസിൻ്റെ വക സ്പെഷ്യൽ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസിൻ്റെ ഇടയിൽ വീഴും എണീക്കും ഇതൊക്കെ തന്നെയായിരുന്നു. അതേ പോയി. അപ്പോൾ അവൻ്റെ ഡാൻസും പിള്ളേരുകളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. അങ്ങനെ പേരുവിളിയും അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കലാണ് പരിപാടി. ഇനിയുണ്ടോ കയ്യില്? ഓക്കെ. Buah.